പഴയ എടപ്പള്ളിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. അതായത് അമൃത ഹോസ്പിറ്റൽ വരുന്നതിന് മുമ്പുള്ള ഒരു എടപ്പള്ളി, നമ്മുടെ എടപ്പള്ളി വലിയ പള്ളി വരുന്നതിന് മുമ്പുള്ള എടപ്പള്ളി, ലുലു മാള് വരുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിൽ ആ പള്ളിയുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ എടപ്പള്ളി നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തി വരുന്നതാണ് ഈ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും അമൃത ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. പണ്ട് ഈ അമൃത ഹോസ്പിറ്റൽ വരുന്നതിന് മുമ്പ് അവിടെ ചതുപ്പും അതിന് മുമ്പ് കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അമൃത വരുന്നതിന് മുമ്പ് ആ സ്ഥലത്തെക്കുറിച്ച് പറയപ്പെട്ടിരുന്ന കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭാഗത്തോട്ടൊന്നും ആൾക്കാരൊന്നും അങ്ങോട്ട് പോയിരുന്നില്ല. അത്രക്ക് പേടിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അതായത് ഈ കൊലപാതകികളും രാജ്യദ്രോഹികളും ചീട്ടുകളിക്കാരും ഒക്കെ തമ്പടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പല സമയങ്ങളിലായിട്ട് മൃതദേഹങ്ങൾ വരെ ആ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം അത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ എടപ്പള്ളി നാട്ടുരാജ്യമായിരുന്ന സമയത്ത് തന്നെ ഈ ആൾക്കാരെയൊക്കെ നാട് കടത്തിയിരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞത്. അതായത് അത് എടപ്പള്ളി നാട്ടുരാജ്യമാണ്, അതിൻ്റെ ആ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറാണ്. അപ്പം അങ്ങോട്ട് അമൃത വന്നതിന് ശേഷം ഡെവലപ്ഡ് ആയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇപ്പോൾ ഉള്ള ഈ പോണേക്കര. ആ ഒരു ഈ ലുലു മാള് വരുന്നതിന് മുമ്പുള്ള ആ സ്ഥലം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് ഈ എടപ്പള്ളി തോടിൻ്റെ രണ്ട് കരകളിലും ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലുലു മാള് ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലം. അവിടെ ഒരു കന്യാസ്ത്രീ മഠം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് അറിയുന്ന ഒരു ചേട്ടൻ പറഞ്ഞത്.